വയറ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഡോക്ടർ? എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും പറഞ്ഞാൽ വയറ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. 4-5 കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോൾ ഏത് പ്രായത്തിൽ നമ്മൾ വെയിറ്റ് ലോസിനോ അല്ലെങ്കിൽ വയറ് കുറയ്ക്കാനോ ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ മേക്ക് ഷുവർ നിങ്ങൾക്ക് എൻഡോക്രൈനായിട്ട് യാതൊരു പ്രശ്നമില്ലാന്ന്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഷുഗർ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക, നിങ്ങൾക്ക് തൈറോയിഡ് കുഴപ്പമില്ലാന്ന് ഉറപ്പ് വരുത്തുക. മൂന്നാമത്, നിങ്ങളുടെ ശരീരത്തിനകത്ത് സിറം കോർട്ടിസോൾ നോർമലാണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം സിറം കോർട്ടിസോൾ കൂടി നിൽക്കുകയോ നിങ്ങൾക്ക് സ്ട്രെസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ വയറ് കുറയാൻ പോകുന്നില്ല. സോ മേക്ക് ഷുവർ ഈ 3 സാധനങ്ങൾ നോർമലാണെന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തതെന്ന് പറയുന്നത് ഡയറ്റാണ് ഏതൊരു വെയിറ്റ് ലോസിലും പ്രധാനം. ഇപ്പം നിങ്ങൾ വയറ് കുറയ്ക്കാനായിട്ടുള്ളൊരു ഡയറ്റാണ് നോക്കുന്നതെങ്കിൽ എപ്പോഴും ഈ ഫാറ്റ് കട്ട് ചെയ്യുന്നതിന് പകരം കാർബ് കട്ട് ചെയ്യാൻ നോക്കുക. ഫാറ്റ് കട്ട് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഫാറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയല്ല വേണ്ടത്. നല്ല ഫാറ്റ് കഴിക്കുക. നല്ല ഫാറ്റ് കഴിച്ചുകൊണ്ട് കാർബ് പരമാവധി ഒഴിവാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ 2 ഗുണമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയറ് പെട്ടെന്ന് കുറയും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രോട്ടീൻ ലോസ് കുറവായിരിക്കും. റിസർച്ചേഴ്സ് പറയുന്നത് ഫാറ്റ് ഒരുപാട് കട്ട് ചെയ്യാതെ നല്ല ഫാറ്റ് കഴിച്ചുകൊണ്ട് കാർബ് മാത്രം കട്ട് ചെയ്യുകയാണെങ്കിൽ ഏതൊരു വെയിറ്റ് ലോസിനും ഉണ്ടാകുന്ന പോലെ ഇതിനും പ്രോട്ടീൻ ലോസ്, അതായത് മസിൽ ലോസ് ഉണ്ടാവും. പക്ഷേ കാർബ് കട്ട് ചെയ്തുണ്ടാകുന്ന മസിൽ ലോസ് ഫാറ്റ് കട്ട് ചെയ്തുണ്ടാകുന്ന മസിൽ ലോസിനേക്കാളും താരതമ്യേന വളരെ കുറവായിരിക്കും. അടുത്തത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, രാത്രി 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക. എപ്പോഴും രാവിലെ 7 മണിക്കും രാത്രി 7 മണിക്കും ഇടയിൽ നിങ്ങളുടെ മീല് ഫുള്ള് ഫിനിഷ് ചെയ്യാൻ നോക്കുക. രാത്രി 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ രാത്രി 7 മണിക്ക്, ഒന്നാമത്തെ കാര്യം 6 മണിയാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സിസ്റ്റംസ് എല്ലാം ഓഫായി തുടങ്ങുന്നത്, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ഓഫായി തുടങ്ങുകയും ചെയ്യും. സോ 6 മണി അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം നമ്മൾ ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന് റെസ്റ്റ് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ രാത്രി 7 മണി തൊട്ട് രാവിലെ 7 മണി വരെ നിങ്ങൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ആ സമയം ഒരു ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ വർക്ക് ചെയ്യും. സോ അങ്ങനെ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. അതുവഴി ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുന്ന വഴി ബെല്ലി ഫാറ്റ് പെട്ടെന്ന് കുറയുകയും ചെയ്യും. അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും ബ്ലഡിനകത്ത് ഇൻസുലിൻ കൂട്ടാനും നമുക്ക് 2 വഴികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലർ എക്സസൈസ് ആണ്. അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടുകയും നമ്മുടെ ശ്വാസകോശത്തിൻ്റെ വികാസം കൂട്ടുകയും ചെയ്യുന്ന, ബ്രീത്തിങ് റേറ്റ് കൂട്ടുകയും ചെയ്യുന്ന എക്സസൈസസ് ചെയ്യുക. എന്തൊക്കെയാണ് എക്സസൈസസ്? പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്ന് പറയുന്നത് റണ്ണിങ് ആണ്. റണ്ണിങ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വാക്കിംഗ് എന്നല്ല. വാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്പീഡിൽ വാക്ക് ചെയ്യണം, അല്ലെങ്കിൽ റണ്ണിങ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ കിലോമീറ്ററുകൾ ഓടേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് 10-15 മിനിറ്റ് നന്നായിട്ട് ഓടുക. ഓടുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, ഓടിക്കഴിയുമ്പോൾ നിങ്ങൾ കിതയ്ക്കണം, വിയർക്കണം, ശ്വാസം മുട്ടൽ തോന്നണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ റണ്ണിങ് അല്ലെങ്കിൽ ഓട്ടം നല്ലതായിരുന്നു നടത്തുള്ളൂ. കിതയ്ക്കാത്ത ഒരു ഓട്ടവും യഥാർത്ഥ ഓട്ടമല്ല. പിന്നെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഈ നടക്കുന്നതിൻ്റെ വേഗത അനുസരിച്ചാണ് അതിൻ്റെ റിസൾട്ട് വരിക. ചുമ്മാ അപ്പുറത്ത് ജഗതചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ട് നടന്നു എന്ന് കരുതി നിങ്ങളുടെ വണ്ണം കുറയാൻ പോകുന്നില്ല. അതിലും ഒരു ആത്മാർത്ഥത വേണം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ വണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ വയറ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല റണ്ണിങ് അല്ലെങ്കിൽ വാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഹിറ്റ്സ് ആണ്. അതായത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർമീഡിയറ്റ് ട്രെയിനിങ്. അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അതുമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയുന്നതിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം, അല്ലെങ്കിൽ ബ്ലഡിലെ ഇൻസുലിൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്വീറ്റ്നസും ഷുഗറും ഒഴിവാക്കുക. അതായത് പഞ്ചസാര പരമാവധി ഒഴിവാക്കുക. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ നമുക്ക് നാച്ചുറൽ അല്ലാത്ത എല്ലാ ഷുഗറുകളും, അതായത് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ലാത്ത ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, ഇപ്പോൾ ജിലേബി, ലഡ്ഡു അങ്ങനത്തെ സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. പിന്നെ അതിൻ്റെ കൂടെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബേക്കറിയിലേ പോകാതിരിക്കുക. ബേക്കറി ഇപ്പോൾ ഒരു സാധനം വാങ്ങി കഴിക്കാതിരിക്കുക. അത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള സാധനങ്ങൾ ചെല്ലുന്നത് കുറയുകയും അതുവഴി ബ്ലഡിനകത്ത് ഇൻസുലിൻ കുറയുകയും അങ്ങനെ തന്നെ നമുക്ക് ബെല്ലി ഫാറ്റ് കുറയുകയും ചെയ്യും. ഇൻസുലിൻ കുറയുമ്പോൾ ബെല്ലി ഫാറ്റ് എങ്ങനെ കുറയാൻ ചോദിച്ചാൽ, ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്നതിനനുസരിച്ച് ഫാറ്റ് ലൈപ്പോലൈസിസ് ചെയ്യുന്നത് നമ്മുടെ ലിവർ കൂട്ടുകയും, ലിവർ എപ്പോഴും ഫാറ്റ് ലൈപ്പോലൈസ് ചെയ്യുമ്പോൾ അടുത്തുനിന്നുള്ള ഫാറ്റ് ആയിരിക്കും എടുക്കുക. ലിവറിന് അടുത്തുള്ള ഫാറ്റ് ഏതാണ്? അത് വിസറൽ ഫാറ്റാണ്, അതായത് വയറ്റിനകത്തുള്ള കൊഴുപ്പ്. അങ്ങനെ തന്നെ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയുകയും ചെയ്യും. പിന്നെ അടുത്ത ഒരു വഴി എന്ന് പറയുന്നത് ട്രാൻസ് ഫാറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ട്രാൻസ് ഫാറ്റിനെ കുറിച്ച് ഞാൻ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസ് ഫാറ്റ് വയറ് കുറയ്ക്കുന്നതെന്നുള്ള കാര്യത്തിന് മാത്രമല്ല, മൊത്തത്തിലുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് തന്നെ ഭയങ്കര മോശമാണ്. എന്താണ് ട്രാൻസ് ഫാറ്റ്? നമ്മൾ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതായത് ഇപ്പം ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും, അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ആണെങ്കിലും, അല്ലെങ്കിൽ ഉഴുന്നുവട ആണെങ്കിലും പരിപ്പുവട ആണെങ്കിലും ഒക്കെ പരമാവധി ഒഴിവാക്കുക. ഇതിനകത്തെല്ലാം ട്രാൻസ് ഫാറ്റ് ഉണ്ട്. ട്രാൻസ് ഫാറ്റ് വൺസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറക്കി വിടാൻ ഭയങ്കര പ്രയാസമുള്ള ഫാറ്റാണ്. സോ ഈ സാധനങ്ങൾ ഒഴിവാക്കുക. അടുത്തതെന്ന് പറയുന്നത് വെരി വെരി വെരി
ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഉറക്കമാണ്. ഉറക്കം കറക്റ്റാക്കി കൊണ്ടുപോകാം. മിനിമം 7 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. അത് ഈ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 12 മണിയാകുമ്പോൾ കിടന്നിട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ 12 മണിക്കൂർ ഉറങ്ങിയെന്ന് പറയരുത്. ഐഡിയൽ സ്ലീപ്പ് എന്ന് പറയുന്നത് 7 മണിക്കൂർ ഉണ്ടായിരിക്കണം. അതും രാത്രി ഒരു 10 മണിക്കും വെളുപ്പിന് 6 മണിക്കും ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയി 7 മണിക്കൂർ ഉറക്കം കിട്ടണം. കണ്ടിന്യൂസ് ആയി 7 മണിക്കൂർ ഉറക്കം കിട്ടണം. അതാണ് ഏറ്റവും നല്ല ഉറക്കം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന വ്യക്തികളോ വസ്തുക്കളോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. അത് വയറ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, എല്ലാത്തിനും നല്ലതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഒബിസിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഒബിസിറ്റിയാണ്. അതായത് കൈക്ക് വണ്ണം ഇല്ലാതിരിക്കുക, എന്നിട്ട് വയറ് മാത്രം വണ്ണം വെക്കുക. ഈ സെൻട്രൽ ഒബിസിറ്റിയുടെ പ്രധാന കാരണമെന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഈ സ്ട്രെസ്സാണ്. സോ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം ഒഴിവാക്കുക. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി ഉപേക്ഷിച്ചേക്കുക. അല്ലാതെ 2 ലക്ഷം രൂപ ഒരു ജോലിക്ക് കിട്ടുമെന്ന് കരുതി അതിന് സ്ട്രെസ് അടിച്ച് ജോലിക്ക് പോയി ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പിന്നെ 15 ലക്ഷം രൂപ ഹാർട്ടിന് വേണ്ടി ചിലവാക്കുന്നതിൽ കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ട് പരമാവധി സ്ട്രെസ്സ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യം, ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തോളുക. അതായത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് ട്രെയിൻ ചെയ്യുന്ന ഒരു 100 കിലോ അങ്ങ് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതിപ്പോൾ 2 കിലോ ആവാം, 5 കിലോ ആവാം. പക്ഷേ നല്ല വൃത്തിയായിട്ട് നല്ല പോസ്റ്ററിൽ സ്ട്രെങ്തും സ്റ്റെബിലിറ്റി ട്രെയിനിങ്ങും ചെയ്തോളുക. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നത് തന്നെ നമ്മുടെ മസിൽ ലോസ് ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് കുറയാൻ ഹെൽപ്പ് ചെയ്യും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ മേക്ക് ഷുവർ നിങ്ങൾ കാർഡിയോവാസ്കുലർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ എല്ലാ ദിവസവും സ്ട്രെങ്ത് ട്രെയിനിങ്ങും ചെയ്യുക. പിന്നെ ഒരു ദിവസം എത്ര നേരം എക്സസൈസ് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. ഒരു 25 തൊട്ട് 45 മിനിറ്റ് വരെ എല്ലാ ദിവസവും ചെയ്യുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ അതൊരു ജീവിത രീതിയാക്കി മാറ്റിയെടുക്കുക. അതായത് ജിമ്മിൽ പോകണമല്ലോ എന്ന് കരുതി ജിമ്മിൽ പോകരുത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് കേൾക്കില്ലേ, അതുപോലെ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ആയിരിക്കണം. അതായത് എല്ലാ ദിവസവും എഴുന്നേറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടെ ചെയ്യുന്നൊരു കാര്യമായിട്ട് ഈ വർക്കൗട്ടിനെ മാറ്റിയെടുക്കുക. ഇത്രയും കാര്യം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതൊന്നും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടും ബെല്ലി ഫാറ്റ് കുറയുന്നില്ല എങ്കിൽ മാത്രം മെഡിക്കേഷൻസിനെ കുറിച്ച് ആലോചിക്കുക. പിന്നെ മെഡിക്കേഷൻ എന്ന് ഞാൻ പറയുമ്പം ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നവർ വേണമെങ്കിൽ വൈറ്റമിനിയും ഒമേഗ 3യും കഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഈ ഫാറ്റ് ലൈപ്പോലൈസിസിനെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഒമേഗ 3യും വൈറ്റമിനി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സപ്ലിമെൻ്റ് എടുക്കാം. ആ സപ്ലിമെൻ്റ് അല്ലാതെ വേറെ ഈ മാസ് ബർണർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. അത് കഴിച്ചാൽ ചിലപ്പോൾ വെയിറ്റ് കുറയുമായിരിക്കും, പക്ഷേ വെയിറ്റിൻ്റെ കൂടെ വേറെ എന്തൊക്കെ കുറയുമെന്ന് എനിക്കറിയത്തില്ല. സോ മേക്ക് ഷുവർ നിങ്ങൾ ഈ എന്താ പറയുക വൈറ്റമിനി ഒമേഗ 3 അല്ലാതെ ബാക്കി സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ഈ ഗുളിക കഴിച്ചിട്ടുള്ള വെയിറ്റ് ലോസ് ഐ വുഡ് സേ മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഇപ്പം നമുക്ക് GLP-1 പോലത്തെ GLP-1 അനലോഗ് പോലത്തെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെമാഗ്ലൂട്ടൈഡ്, മോഞ്ചാരോ പോലത്തെ ഇഞ്ചക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതുപോലും റിഫ്രാക്ടറി ഒബിസിറ്റി ഉള്ളവർ മാത്രം ദയവ് ചെയ്ത് ഉപയോഗിക്കുക. റിഫ്രാക്ടറി ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം വർഷങ്ങളായിട്ട് ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല, അങ്ങനത്തെ ആൾക്കാർക്കുള്ളതാണ് ഈ മരുന്നുകളെല്ലാം. അതെടുത്താൽ വണ്ണമൊക്കെ കുറയും, പക്ഷേ അതിൽ ലാസ്റ്റ് റിസോർട്ടായിട്ട് വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ മാത്രം ഒരു ഡോക്ടറെ സൂപ്പർവിഷനിൽ മാത്രം ചെയ്യുക. ഓക്കെ.